ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഹാജരാക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, ശനിയാഴ്ചകളിൽ ഹാജരാകണം തുടങ്ങിയ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഒന്നാം ബലാത്സംഗ കേസിൽ കൂടി രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ രാഹുലിന്റെ മാങ്കുടത്തിനെതിരായ 3 ബലാത്സംഗ കേസിലും രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, അങ്ങനെ 3 കേസുകളിലും രാഹുലിനെതിരായ 3 ബലാത്സംഗ കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ആദ്യ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ബലാത്സംഗ പരാതി നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നും കോടതി ഇതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കർശന ഉപാധികളോടെയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. ഇത് യുവതിയുമായുള്ള ബന്ധം സമ്മതപ്രകാരമുള്ളതും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വാദം. യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി രാഹുൽ മാങ്കുട്ടത്തിൽ പീഡിപ്പിച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. തൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും 10ഓളം ഇരകൾ വേറെ ഉണ്ടെന്നുമായിരുന്നു യുവതിയുടെ വാദം. ഈ വാദം തള്ളിയാണ് ഇപ്പോൾ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഇതോടെ 3 കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് ജാമ്യം ലഭിച്ചത്. ഈ എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. ഇനി കണ്ടറിയാനുള്ളത് അല്ലെങ്കിൽ ഇനി അറിയാനുള്ളത് രാഹുൽ മാങ്കുട്ടത്തിൽ MLAയുടെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങനെയായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി ഉയരുക. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് ഉയർന്ന 3 ബലാത്സംഗ പരാതിയിലും 3ലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ആദ്യ ബലാത്സംഗ കേസിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതവും അതുപോലെ തന്നെ ഈ യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധവുമായിരുന്നു എന്നായിരുന്നു പ്രധാനമായും രാഹുൽ മാങ്കുട്ടത്തിൽ ഹൈക്കോടതിയിൽ വാദിച്ച പ്രധാനപ്പെട്ട ഒരു വാദം. അതേസമയം തന്നെ ഇതിൽ രാഹുൽ മാങ്കുട്ടത്തിൽ തുടരെ നിരവധി പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നു. ഈ 10ഓളം ഇരകൾ ഇനിയുമുണ്ട്, ഇതെല്ലാം ഉന്നയിച്ചായിരുന്നു ഈ പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇതാണ് തള്ളിയിട്ടാണ് ഇപ്പോൾ ഈ ആദ്യ ബലാത്സംഗ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചത്. ദീപ്തി.